ലക്ഷ്മീസ്താവകരാമണീയക ഹൃദൈവേയം പരേഷ്വസ്ഥിരേതി അസ്മിൻ അന്യതപി പ്രമാണം അധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. യേ ത്വദ്ധ്യാന ഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാഃ തേഷ്വേഷ്വാവസന്ധി സ്ഥിരൈവ ദയിത പ്രസ്താവദദ്ധാദരാ. ഹേ ലക്ഷ്മീപതേ, ഗുരുവായൂരപ്പ, ഈ ലക്ഷ്മീദേവി അങ്ങയുടെ രമണീയ രൂപത്തിൽ ഭ്രമിച്ച് പോയതിനാലാണ് അന്യരിൽ ഉറച്ചു നിൽക്കാത്തത്. ഇതിലേക്ക് മറ്റൊരു പ്രമാണം കൂടി പറയുന്നു എന്ന് ആചാര്യൻ പറയുന്നു. 4-ാമത്തെ ശ്ലോകവും 5-ാമത്തെ ശ്ലോകവും കൂടി ചേർത്താണ് ഭഗവാൻ ഇതിനെ വർണ്ണിക്കുന്നത്. അങ്ങയെ ധ്യാനിക്കുന്നതിലും അങ്ങയുടെ ഗുണ കീർത്തനങ്ങൾ ആലപിക്കുന്നതിലും രസം പൂണ്ടിരിക്കുന്ന അവിടുത്തെ ഭക്തരിലും ഈ ലക്ഷ്മി ദത്ത ശ്രദ്ധ ആയിരിക്കുന്നുണ്ട്. ഭഗവാന് പ്രിയപ്പെട്ട ഭക്തരെ ദേവിയും പ്രിയപ്പെട്ട ഭക്തരായി കരുതുന്നു. മറ്റുള്ളവരിൽ ദേവി അസ്ഥിരയായിരിക്കുന്നു. ഭർത്താവിന് പ്രിയപ്പെട്ടവർ തനിക്കും പ്രിയപ്പെട്ടവരാണെന്ന് ദേവി നിശ്ചയിക്കുന്നത് കൊണ്ടാവാം ഇങ്ങനെ ആ ഭക്തരിൽ ഉറച്ചു ദേവി നിൽക്കുന്നതും. ഭക്തന് ലക്ഷ്മീ കടാക്ഷം ആവശ്യം കിട്ടുന്നതും അതുകൊണ്ട് തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ രമണീയ രൂപദർശനത്തിൽ കൂടി ധ്യാനമഗ്നരായി ഭക്തി കൈവരിക്കാനും ആ ഭക്തിയിൽ കൂടി ലക്ഷ്മീ കടാക്ഷം കൈവരിക്കാനും സാധിക്കുമെന്നും ഇവിടെ ആചാര്യൻ സൂചിപ്പിക്കുന്നു. ലക്ഷ്മി ദേവി ഐശ്വര്യത്തിൻ്റെ ദേവതയാണ്. നമ്മുടെ കുടുംബത്തിൽ കലഹങ്ങൾ, ദുരിതങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ മൂശാഠ അവിടെ കുടികൊള്ളുന്നു എന്ന സങ്കല്പമാണ്. ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം മൂശാഠ തന്നെയാണ്. ലക്ഷ്മി ദേവി കുടുംബത്തിൽ കളിയാടിക്കഴിഞ്ഞാൽ മൂശാഠ പുറത്തുപോയി ദേവി അവിടെ കുടികൊള്ളുന്നു എന്ന സങ്കല്പം. നമ്മുടെ എല്ലാം വീട് നിർമ്മിക്കുന്ന സമയത്ത് കട്ടളക്കടിയിൽ ശ്രീ ഭഗവതിയെ കുടിയിരുത്തുവാനായി പഞ്ചലോഹം സ്ഥാപിക്കുന്നു. അവിടെയാണ് നമ്മൾ ത്രസന്ധ്യയ്ക്കും വിളക്ക് വെക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം. അപ്പോൾ ഒറ്റ സങ്കല്പമേ ഉള്ളൂ, കുടുംബത്തിൽ ദേവിയാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് വിവാഹം കഴിച്ചു വരുന്ന സ്ത്രീയുടെ കയ്യിലേക്ക് ഒരു ഭദ്രദീപം തെളിയിച്ചു കൊടുത്തിട്ട് നീ ഇന്നു മുതൽ ഈ വീടിൻ്റെ ഐശ്വര്യമാകുന്നു എന്ന് പ്രാർത്ഥിച്ച് കയറുവാൻ പറയുന്നത്. അപ്പോൾ ലക്ഷ്മി ദേവി നമ്മുടെ കുടുംബത്തിൽ കളിയാടണമെങ്കിൽ, പ്രസാദിക്കണമെങ്കിൽ ഒക്കെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വേണമെന്നാണ് ആചാര്യൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ചെല്ലുക, നമ്മുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം അവിടെ പറഞ്ഞു കേൾപ്പിക്കുക. വേണ്ട, കള്ളക്കണ്ണന് ഇതൊക്കെ അറിയാം, നമ്മൾ അങ്ങ് ചെന്നാൽ മാത്രം മതിയാവും. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ, കണ്ണടച്ച് നിന്നാൽ മതി, നമ്മുടെ ഉള്ളിലെ സകല കാര്യങ്ങളും ഭഗവാൻ സ്കാൻ ചെയ്തെടുത്തോളും. അങ്ങനെ ഭഗവാൻ നമ്മുടെ ദുരിതങ്ങളൊക്കെ അറിഞ്ഞ് അതിനുശേഷം അവിടെ കുറേ അലഞ്ഞു നടക്കുക, ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ പേറി അലഞ്ഞു നടക്കുക. അതോടുകൂടി നമ്മുടെ കുറേ ദുരിതങ്ങളൊക്കെ അങ്ങ് മാറും. ഒന്ന് റീഫ്രഷായി വീട്ടിൽ വന്ന് വീണ്ടും കുടുംബജീവിതം ആരംഭിക്കുക. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുകയുള്ളൂ. ഭഗവാന്റെ പദാരബന്ധങ്ങളെ മുറുകെ പിടിക്കുക, ഭഗവാൻ അനുഗ്രഹിക്കും. ഓം നമോ നാരായണായ.